മലയാളത്തിന്റെ മനസ്സിൽ മധുരം പകർന്ന ഈണവിരുന്ന് കാതിനിമ്പമേകിയ കുഞ്ഞു പാട്ടുകാരുടെ വേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. സുന്ദര സംഗീത വേദിയിൽ കുഞ്ഞുനാദങ്ങൾക്ക് കൂട്ടായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, മധു അങ്കിൾ ആൻഡ് മൃദു ചേച്ചി. മധുര സ്മരണകൾ ഉണർത്തുന്ന പാട്ടിന്റെ മായാജാലക വാതിൽ തുറന്ന് ആലുവയുടെ സ്വന്തം പാട്ടുകാരി ആഗ്നസ് എത്തുന്നു. വെൽക്കം ആഗ്നസ് ഓൺ സ്റ്റേജ്. ഹലോ 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 ഹലോ. അയ്യോ, പിന്നെ എല്ലാരും സുന്ദരി എന്നൊക്കെ വിളിക്കുന്നു. എന്താണ് അതിന്റെ ആ സൗന്ദര്യത്തിന്റെ രഹസ്യം? അതെ, തുറന്നു പറയോ ആഗ്നസ്? തുറന്നു പറയോ? എന്ത് രഹസ്യം തുറന്നു പറയും. എനിക്കറിയില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എന്താണ് ഭക്ഷണം? എന്താണ് മുഖത്ത് തേക്കുന്നത്? നല്ല ശുദ്ധമായ മനസ്സാണ് അല്ലേ? അതാണ് മാച്ചിങ് ആയിട്ടുള്ള ഉടുപ്പ്, കമ്മല്. നമുക്കത് കാണാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഏത് പാട്ടാ പാട്ട്? നിറങ്ങൾ തന്നിടത്തം. ഉഗ്രം പാട്ടാട്ടോ. അതെ. ആരാ മ്യൂസിക്? മ്യൂസിക് MB ശ്രീനിവാസൻ സാർ. MBS എഴുതിയത്. എഴുതിയത് ONV ഗ്രൂപ്പ് സാർ. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് ആഗ്നസ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.
നൃത്തം മൊഴിഞ്ഞൊരേ മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ മറഞ്ഞ പക്ഷികൾ ഇനിയും എത്തുമോ ആഗ്നസ് എന്തോ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. അതായത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ആഗ്നസും സാധാരണ എപ്പോഴും പറ്റുന്ന നന്നായിട്ട് പഠിക്കും, പക്ഷെ ഇവിടെ ഒന്ന് പാടുമ്പോഴത്തേക്ക് മാറിപ്പോവും. ഇന്ന് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പാടി, നല്ല ശബ്ദം, പിന്നെ ജാനകി അമ്മയെ നല്ല രീതിയിൽ തന്നെ ആവാഹിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ വിരഹനൊമ്പര എന്ന് പാടുന്ന ആ ലൈനൊന്ന് പാടാം. കറക്റ്റായി, ഇപ്പൊ കറക്റ്റായി ആ ഒരു പോർഷൻ. പിന്നെ അതുപോലെ തന്നെ കഴുകി നിന്നെ കാത്തിരിക്കുന്നു അനുപല്ലവില്ല, അതൊന്ന് പാടാം. ഇരിക്കുകയാണു ഞാൻ എന്ന് പറയുമ്പം എനിക്ക് തോന്നി ജാനകി അമ്മയുടെ ഒരു എന്താണ് ഒരു ഡൈനാമിക്സ് വരുമ്പോഴത്തേക്ക് അമ്മ പാടുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ടോൺ വരും. പക്ഷെ അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓക്കേഡാവും. അത് ഇരിക്കുകയാണു ഞാൻ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഇരിക്കുന്ന എന്തിന് എന്ന് തോന്നും. ഇത്രയൊക്കെ ഉള്ളൂ, ചെറിയ സംഭവങ്ങളാണ്. പിന്നെ നിമിഷപാത്രങ്ങൾ ഉടഞ്ഞു വീഴുന്നു, മൊത്തത്തിൽ നന്നായിരുന്നു. പിന്നെ ഈ അക്ഷരങ്ങളുണ്ടല്ലോ, ഈ ഹലിഞ്ഞ് അല്ല അലിഞ്ഞാണ്. എങ്ങനെയാ? മീനുട്ടി എങ്ങനെ പറയാം അലിഞ്ഞെന്നുള്ളതിന്? ആണോ? ഹലിഞ്ഞല്ലോ. ഹലിഞ്ഞല്ല. അപ്പൊ ഒന്ന് പാടിക്ക്, അവിടെ ഒന്ന് പാടിക്ക്. നിമിഷപാത്രങ്ങൾ ഉടഞ്ഞു വീഴുന്നു, നിറമധുമണ്ണിൽ ഉതിർന്നു മായുന്നു, അലിഞ്ഞലിഞ്ഞു പോ. ഓക്കെ അതാണ് ഹലിഞ്ഞു എന്ന് ഞാൻ കേട്ടതുകൊണ്ട് കുഴപ്പമില്ല. ടോട്ടലി നന്നായിരുന്നു. വളരെ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഒരു ഭീകരമായിട്ടുള്ള തെറ്റുകളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതും കൂടെ ചേർന്നിരുന്നെങ്കിൽ നന്നായിരുന്നേന്, അത്രമാത്രം. താങ്ക് യു. ഹായ് ആഗ്നസ്, എന്തോ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. വളരെ നല്ല രസമായിട്ട് തന്നെ പാടി കേട്ടോ. നല്ല ശബ്ദം, അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ. ഉഗ്രനായിട്ടുണ്ട്. എനിക്ക് ഈ പറഞ്ഞ പ്രശ്നം ശ്രീകുട്ടനങ്ങൾ പറഞ്ഞു. ബാക്കിയുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെ അവസാനം ഒരു വിബ്രാറ്റോ, അത് കുറച്ചും കൂടി സ്റ്റഡി ആക്കാൻ നോക്കണം കേട്ടോ. ഒരു സസ്റ്റെയിൻ നോട്ട്സ് ഇല്ലേ, കേൾക്കവേ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ഹമ്മിങ്, ഫസ്റ്റ് ഹമ്മിങ്ങിൽ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ചിങ്ങനെ ഒരു വിബ്രാറ്റോ പോലെ വരുന്നുണ്ട്. അത് കുറച്ച് സ്റ്റഡി ആക്കാൻ നോക്കണം. ചില പാട്ടുകളൊക്കെ അത് ചേരും. വെറുമൊരു ഓർമ്മ തൻ കിളുന്നു തോല, അത് സെക്കൻഡ് ടൈം കുറച്ച് ഒരു പിച്ച് പ്രശ്നമുണ്ടായി. അലിഞ്ഞലിഞ്ഞു, അതുപോലെ ചരണത്തിൽ നിമിഷപാത്രങ്ങൾ ഉടഞ്ഞു വീഴുന്നു, അലിഞ്ഞലിഞ്ഞു പോവും, അരിയ ജന്മമായി. ഇതൊക്കെ പിച്ച് പ്രശ്നം, ചെറുതായിട്ട് ഒരു ചെറിയ പിച്ച് പ്രോബ്ലം ഉണ്ടായി. അല്ലാതെ അതൊഴിച്ചാൽ വേറെ യാതൊരു പ്രശ്നങ്ങളും എനിക്ക് തോന്നിയില്ല കേട്ടോ. ഉഗ്രനായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി. ആ നാട്ടിൽ എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ആയിട്ട് ഞാൻ വിചാരിച്ചു അവിടെ വരുന്നു. ഇവിടെയായിരുന്നു അല്ലേ? കൊട്ടാരക്കരയോ? അല്ലല്ല, ഇവിടെ ചുണങ്ങവേലി ആലുവ, ഇവരുടെ പള്ളിയില് തൊട്ടടുത്ത് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ. അല്ല, അന്ന് ഒരിക്കൽ പറഞ്ഞു എന്റെ പ്രോഗ്രാം ഇല്ലെന്ന് വേണ്ടി ചോദിച്ചു. അതെ. ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ആഗ്നസ് കുട്ടാ, എന്തോ നല്ല എന്ത് സുന്ദരമായിട്ടുള്ളൊരു പാട്ട് അല്ലേ. കുറേ ആയി ഈ പാട്ട് ആരെങ്കിലും സ്റ്റേജിൽ എടുത്ത് പാടിയാലോ നന്നായിരിക്കും എന്നിങ്ങനെ തോന്നുമായിരുന്നു. അപ്പോഴാണ് ആഗ്നസ് കുട്ടൻ ഇങ്ങനെ വന്ന് പാടിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ പോർഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയ പോലെയാണ് തോന്നിയത്. എന്താ വെച്ചാൽ നല്ല ഭാവമൊക്കെ ഉൾക്കൊണ്ട് ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഫീലൊക്കെ കൊണ്ടുവരാൻ മോള് കുറേ ശ്രമിച്ചിട്ടുണ്ട്. മധുചേട്ടൻ പറഞ്ഞ മാതിരി സസ്റ്റെയിൻ നോട്ട്സിൽ വിബ്രാറ്റോ അങ്ങനെ കുറച്ച് അധികം എനിക്ക് തോന്നുന്നു ബ്രെത്തിൻ്റെ പ്രശ്നമുണ്ടോ? അതുകൊണ്ടും കൂടിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ബ്രെത്ത് ഇങ്ങനെ കിട്ടാതെ ആവുമ്പോഴാണ് ഈ വിബ്രാറ്റോ കൂടി വരുന്നത്. ചെറിയ വിബ്രാറ്റോ കുഴപ്പമില്ല,
പക്ഷെ ഇതിങ്ങനെ ഒരുപാട് ഓവർ ആകുമ്പോൾ നമുക്ക് അതൊരു കുറച്ചൊരു ഓക്വേർഡായിട്ട് തോന്നും. അപ്പം അതൊന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ കോൾഡ് ആയതുകൊണ്ടായിരിക്കും അല്ലേ, അല്ലാതെ പാടിയ മെഡിക്കേറ്റ് പാടുന്ന ആളാണ് ആഗ്നസ് കുട്ടൻ. പിന്നെ എനിക്ക് തോന്നിയത് ലിറിക് ക്ലാരിറ്റി, പല സ്ഥലത്തും അക്ഷരങ്ങൾ എന്താണെന്ന് ചെറുതായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് ഉച്ചരിക്കാൻ നോക്കണം കേട്ടോ. അതൊന്ന് എനിക്ക് പല സ്ഥലത്തും ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പാടുന്ന എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണല്ലോ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഭാഷയാണെങ്കിലും കേൾക്കുന്ന ആൾക്കാർക്ക് അത് എന്താണ് പാടുന്നതെന്ന് ശരിക്കും മനസ്സിലാവണം. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ പറഞ്ഞമാതിരി എം ജി സാർ പറഞ്ഞമാതിരി ശ്രുതിയുടെ പ്രശ്നം ചില സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ കോൾഡിൻ്റെ ഒരു ശബ്ദം സുഖമില്ലാത്തതിൻ്റെ കൊണ്ട് വന്നതാണ്. അതർവൈസ് പല സ്ഥലത്തും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ ഫീലൊക്കെ കൊടുത്ത് പാടിയിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. അത് നല്ലൊരു കാര്യമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അപ്പൊ ആഗ്നസ്, എന്തോ ഞങ്ങൾ 3 പേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ, ഇപ്പം ഈ വിബ്രാറ്റോ എന്ന് പറഞ്ഞു, അദ്ദേഹം അക്ഷരസ്ഫുടത പറഞ്ഞു, ശ്രുതി, അപ്പം ഈ 3 കാര്യങ്ങളോട് ഒന്നുകൂടെ ചേർക്കാമായിരുന്നു എന്നാണ് ഒരു ടോട്ടൽ അനലൈസ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കിട്ടുന്നത്. സോ വി ആർ ഗിവിങ് യു 98 ഔട്ട് ഓഫ് 100. താങ്ക് യു സാർ. ആടി ഒരു MBS പൂക്കുട്ടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രാഗമധുരവുമായി എത്തുന്നു നമ്മുടെ കുറിഞ്ഞിക്കുട്ടി. വെൽക്കം പാർത്ഥിവി ഓൺ സ്റ്റേജ്. ആരെ കുണുങ്ങി കുണുങ്ങി വരുന്നേ? അതെ, അടിപൊളിയാണല്ലോ. താങ്ക് യു. ഇതിന് കളറല്ലേ ഡ്രസ്സിന്റെ മൊത്തത്തിൽ തിളങ്ങുന്നു. നമുക്ക് മനസ്സിലായതേ ഇല്ല. അതെ, നമ്മളിന്ന് ദൂരത്തൊന്ന് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മൾ ആരാന്ന് ഞാൻ ഇങ്ങനെ മീനൂട്ടെടുത്ത് ചോദിക്കാൻ പോയപ്പോഴാണ് പറഞ്ഞത് ഇത് കുറിഞ്ഞിയാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? ആ എനിക്കറിഞ്ഞൂടാ കേട്ടോ, എന്തോ പറ്റി, മീനൂട്ടിക്കാണ് കുഴപ്പം. എന്തുണ്ടെങ്കിൽ എനിക്കാണ് കുഴപ്പം. ഫസ്റ്റിലത്തെ വാക്ക് കുറച്ച് നീണ്ടാണ് പറയുന്നത്. ആ. ഇപ്പൊ അങ്ങനെ ആദ്യത്തെ കുറച്ച് നീട്ടി, പിന്നെ കുറച്ച് അങ്ങനെ ശരിയായല്ലോ. ഇപ്പൊ ശരിയായി. ഇടയ്ക്കിടയ്ക്ക് വരും. ഏത് പാട്ടാ പാടുന്നത്? കണ്ടില്ലേ? പൊന്നിന്റെ കൊലുസുമിട്ട് നീ ഒരുങ്ങുമ്പോൾ. ഏത് സിനിമയാണ് അല്ലേ? അച്ഛനും ബാപ്പയും. അച്ഛനും ബാപ്പയും. ബാപ്പയും അല്ലേ? ആരാ മ്യൂസിക്? മ്യൂസിക് ചെയ്തത് ദേവരാജൻ മാഷ്. ആരോ ഉദ്ദേശിച്ച ആരാ എഴുതിയേ? ആരെങ്കിലും ഉദ്ദേശിച്ചാണോ? ഈശ്വര, അല്ല, വെറുതെ ഏറ്റുവാങ്ങുന്നതാട്ടോ. വേറെന്തോ. ആരാ എഴുതിയത്? എഴുതിയത് വയലാർ സാറ്. ഇനിയിപ്പോ പാടിയതാരാ? മാധുരിയമ്മ. മാധുരി. അയ്യോ. കൂടെ കോറസും ഇല്ലേ? പിന്നെ അപ്പൊ പാടി നോക്കാൻ നോക്കല്ലേ? ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാലോ. All the best അങ്ങോട്ട് തരികയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം. വെൽക്കം. പൊന്നിന്റെ കൊലുസുമിട്ട് നീ ഒരുങ്ങുമ്പോൾ
ആഹാ നൈസ് നൈസ്. താങ്ക് യു. ഡാൻസേഴ്സ് വെരി ഗുഡ് വെരി ഗുഡ്. സൂപ്പർ. കുറിഞ്ചി എന്തോ നന്നായിരുന്നു മോളെ. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല കോസ്റ്റ്യൂം, അതുപോലെ തന്നെ ഡാൻസേഴ്സ്, പിന്നെ പാട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് തന്നെ പാടി. കാരണം ഇത് വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു പാട്ടാണ്. സംഗതികളൊന്നും വലുതായിട്ടൊന്നുമില്ല. പക്ഷെ ഉള്ളത് നല്ല നീറ്റായിട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഈ ഇവിടില്ലേ കമ്പിളി മെതിയടി, അതൊന്ന് പാടാമോ? അവൻ കമ്പിളി മെതിയടി കാലിന്നൂരി വെച്ച് കട്ടിലിൽ ഒരുമിച്ച് കിടക്കുമല്ലോ, കാണാത്ത കലവറ കിടക്കുമല്ലോ തുറക്കുമല്ലോ. കിടക്കുമല്ലോ. അവൻ കമ്പിളി മെതിയടി കാലിന്നൂരി വെച്ച് കട്ടിലിൽ ഒരുമിച്ച് കിടക്കുമല്ലോ, കാണാത്ത കലവറ തുറക്കുമല്ലോ തുറക്കുമല്ലോ. തുറക്കുമല്ലോ. അവിടെ ഒക്കെ ശകലം ഒരു താളത്തിനൊരു ഒന്നൊരു ഗ്രിപ്പ് കൊടുത്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. നന്നായിട്ട്. എം ജി സാറേ, കൊറേ ദിവസമായിട്ട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. പറഞ്ഞു. നല്ല സൂപ്പർ കാര്യവാ. എന്ത് കാര്യവാ? സൂപ്പർ കാര്യമാണോ? എന്നാ കാര്യവാ? വിഷുവിനില്ലേ, ഞാൻ ഉണ്ണിക്കണ്ണനായിട്ട് ഒരുങ്ങി ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ഒക്കെ ഞാൻ ഡോറിൽ പോയി തട്ടിയിട്ട് കണി കാണിച്ചു. കൃഷ്ണനായിരുന്നോ? ആ സത്യം. ആണോ? ആ. കുറിഞ്ഞിയായിരുന്നു കൃഷ്ണൻ? ഓ അത് ശരി. അല്ല, ഇതിപ്പോ പറയേണ്ട കാര്യം എന്തോ? വിഷുവിന് മറന്നുപോയി. അല്ല അപ്പൊ മോടെ കണിയാണ് ഇവരെല്ലാരും കണ്ടതല്ലേ? നല്ല ഫലമായിരിക്കും എല്ലാവർക്കും. അതെ, അവരൊക്കെ ഈ വർഷം എങ്ങനെയുണ്ടോ എന്നോ ചോദിച്ചു നോക്കാം. എല്ലാവരും എണീറ്റിട്ട് എന്നെയാ കണ്ടത്. ആണോ? ഞാനിങ്ങനെ സങ്കല്പിച്ചു നോക്കുക. കുറിഞ്ഞി ഇങ്ങനെ മയിൽപ്പീലൊക്കെ ചൂടി നീല കളറിൽ ഇങ്ങനെ നിക്കണതായിട്ട്. ഇപ്പൊ ഈ വേഷത്തിലല്ലേ ഇപ്പൊ ഞാൻ കാണുന്നത്. അപ്പൊ കുറിഞ്ഞിക്കുട്ടി, എന്തോ? പാട്ട് ഇഷ്ടായി. താങ്ക് യു. നന്നായിരുന്നു, നന്നായിട്ട് പാടി. അതിപ്പോ പറഞ്ഞ പോലെ അധികം കോംപ്ലിക്കേഷൻ ഇല്ലാത്ത പാട്ടാണ് അല്ലേ? കുറിഞ്ഞിക്കുട്ടിക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടാ. അപ്പൊ നന്നായിട്ട് പാടിട്ടോ. അപ്പൊ പാട്ട് നന്നായിട്ട് പാടിയതിന്റെ പേരിൽ ഒരു പാട്ട് ഞാൻ അങ്ങോട്ട് സമ്മാനമായിട്ട് തരാം. ആകെ ചുറ്റുലകത്തിലും എത്തനകത്തിരുകത്തണമൈത്തിരു വിത്തരുമത്തിരു മുത്തുനബിയുള്ള ജന്മദിനൂറ് മുഹമ്മദനാകിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കൊളി മുക്കിയ മക്കനകർക്കത് ചിക്ക് ഹബീബുള്ള. ആകെ ചുറ്റുലകത്തിലും എത്തനകത്തിരുകത്തണമൈത്തിരു വിത്തരുമത്തിരു മുത്തുനബിയുള്ള ജന്മദിനൂറ് മുഹമ്മദനാകിയ ആദം മക്കളിലൊക്കെ മികക്കരുതക്ക വിളക്കൊളി മുക്കിയ മക്കനകർക്കത് ചിക്ക് ഹബീബുള്ള. സൂപ്പർ. താങ്ക് യു. ഓക്കെ, ഇഷ്ടായോ? ആ ഇഷ്ടായി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കുറിഞ്ഞിക്കുട്ടാ, എന്തോ? നല്ലൊരു പാട്ട്, നല്ല സൂപ്പറായിട്ട് പാടി. നല്ല Thank you. രസമുണ്ടായിരുന്നു, കാണാനും കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ഈ പറഞ്ഞ മാതിരി കോസ്റ്റ്യൂം ഭയങ്കര ഇഷ്ടമായി എനിക്ക്. മോളുടെ അമ്മ ഒരു സംഭവമാണ് കേട്ടോ. അമ്മയുടെ പേരെന്താ? ഒറിജിനൽ പേര് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ടോ? 5-6 പേരുണ്ടോ? ഫേക്ക് ഐഡി ഉണ്ട്. എന്താ ശരിക്കും പേര്? ആര്യ. പിന്നെന്താ ഡ്യൂപ്ലിക്കേറ്റ്? പിച്ചി. ആര് പിച്ചി? ആര് പിച്ചതല്ല, പിന്നെ അമ്മയുടെ പേരാ പറഞ്ഞ പിച്ചി. അച്ഛനെ എപ്പോഴും പിച്ചു അമ്മ? ഇല്ല. പിന്നെന്താ ആരാ പിച്ചിന്ന് മോളെ വിളിച്ചത്? പിച്ചു. മോളെയും പിച്ചുവോ? മോളെയും പിച്ചും, വീട്ടിൽ വരുന്നവരെ എല്ലാരെയും പിച്ചും. യോ ഇല്ല. പിന്നെ എങ്ങനെ പിച്ചിന്ന് വരുമോ? പിച്ചിപ്പൂവിന്റെ പിച്ചി അല്ലേ? അല്ലേ? പൂവിന്റെ പേരാണ് പിച്ചി. അമ്മ രണ്ടുപേര് വീട്ടില് വിളിക്കുന്ന പേര്. വെറുതെ വീട്ടിൽ വിളിക്കാൻ. വീട്ടിൽ വിളിക്കാൻ. കുഞ്ഞാഞ്ഞയുടെ പേര് മുല്ല. ഓ, എല്ലാം പൂക്കളാണ്. കുറിഞ്ഞി. ഓ, എല്ലാവർക്കും വീട്ടില് പൂവിന്റെ പൂവിന്റെ പേര്. പേരാ. അച്ഛനെയോ? അച്ഛൻ ഒറ്റ ചെമ്പരത്തിയാ? പേരേ പിന്നെ അച്ഛനെ എന്താ വിളിക്കുക? അച്ഛനൊരു പേരേ ഉള്ളൂ, പ്രദോഷ്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്കെല്ലാം കോമഡി പേരുണ്ടല്ലോ, അച്ഛന് മാത്രം എന്താ പേരില്ലാത്തേന്ന്. കോമഡി പേരാ. എന്നിട്ട് പേരിട്ടോ? അച്ഛൻ പറയാ ടുൻറ്റുമോനെന്ന് വിളിക്കാൻ. ടിന്റുമോനോ? ടിൻറ്റുമോനല്ല, ടുൻറ്റുമോൻ. ടിന്റുമോനോ? ആ രണ്ടും ഒരു ഗ്രേഡാ. അതെ, ടിന്റുമോൻ വന്നിട്ടുണ്ടോ? ഫ്ലാറ്റിലുണ്ട്. ഫ്ലാറ്റിലുണ്ട്. ഫ്ലാറ്റില. ഓക്കെ ഓക്കെ. ആരെയാണ് മുല്ല എന്ന് വിളിക്കുന്നത്? കുഞ്ഞാഞ്ഞ, അമ്മയുടെ അനിയത്തി. അനിയത്തി. ഓ, അതിന് അമ്മയുടെ അനിയത്തിന് കുഞ്ഞാഞ്ഞാന്നായി പോയി. അത് കുഞ്ഞമ്മ എന്ന് പറയുന്നതിന് പകരം കുഞ്ഞഞ്ഞ. കുട്ടിക്കാലത്ത് മുതൽ അങ്ങനെ വിളിച്ചു തുടങ്ങിയോ? കൊഞ്ഞനം കാണിച്ചതാ. കൊഞ്ഞാണം കാണിച്ചല്ല. ഞഞ്ഞ എന്ന് പറഞ്ഞത് അതാണ് കുഞ്ഞഞ്ഞ എന്നിട്ട്. ആ മുല്ല എന്നാണ് പേര്. ഒരുപാട് കഥകളുണ്ടെന്ന്. മുല്ല. കൊറേ പേരുണ്ട്. ആ, കുരുവി, കുറേ കഥകളുണ്ട്. കുറിഞ്ഞി, വള്ളി, മുല്ല, ആരാ വള്ളി? അമ്മാമ. അമ്മാമ്മ വള്ളിയാണോ? വള്ളിക്കെട്ടാ. പൂവും ചെടിയും കായും ഒക്കെ തന്നെയാണ് എല്ലാവർക്കും പേര്. കുയില്, തുമ്പി, ആ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതുണ്ട്, മൊത്തം ഇൻസെക്റ്റുകളും ഉണ്ട്. ഓ, വീട് മുഴുവൻ ഒരു ജംഗിളാണ്. ഞങ്ങളുടെ
ഞങ്ങളുടെ വീടിന്റെ പേരെന്താണെന്നറിയാവോ? വള്ളിക്കുടി. വള്ളിക്കുടി ആണോ? ഓ, അത് ശരി. സൂപ്പർ. അവര് കാലത്ത് 8 മണിക്ക് ഇറങ്ങും വെളിയിൽ. അപ്പം പള്ളിക്കുടിലിനുള്ളിലിരുന്ന് ആ പാട്ട് പാടിയിട്ടാണ്. വള്ളിയില് തൂങ്ങിയൊക്കെയാണ് വരുന്നത് അല്ലെ? മൊത്തം പൂക്കളും പൂമ്പാറ്റയും വണ്ടും ഒക്കെയാണ് അവരുടെ വീട്ടില്. ഞങ്ങളുടെ വാട്സപ്പ് ഉണ്ട് ഒരു ഗ്രൂപ്പ്, അതിന്റെ പേര് ബേർഡ്സ് ആൻഡ് ഫ്ലവേഴ്സ്. നിങ്ങൾക്ക് നഴ്സറി വല്ലതും ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ തകർത്ത് പാടി, സൂപ്പർ ആയിരുന്നു. ഡാൻസേഴ്സ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഓവറോൾ ഒരു കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്ന് കലക്കി എല്ലാം കൊണ്ടും. ഓക്കെ, സോ വി ആർ ഗിവിംഗ് യു 99 ഔട്ട് ഓഫ് 100. താങ്ക് യു. കോളടിച്ചല്ല. വള്ളിക്കുടില് പൂക്കുറ്റി തരാമോ? ആദ്യ ഒരു വള്ളിക്കുടിൽ പൂക്കുറ്റി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയണം വള്ളിക്കുടിലുള്ള. ടാറ്റ. ടാറ്റാ. മീനുട്ടി, നമ്മുടെ കമ്പിളിപ്പുതപ്പില്ലേ ഇവന്റ്, അത് സൂപ്പർ ഹിറ്റായി. അതിന്റെ ഒറ്റ കാര്യം നമ്മുടെ പ്രാണിയാണെന്നാണ് സ്വന്തമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആ, ഞാൻ അതിനകത്ത് മറ്റേ എന്താണ് ആ ശശികുമാറില്ലേ, ശശികുമാറുമായിട്ട് കോരാക്കാകസ് പാടിയില്ലേ, അത് ഞാൻ പാടിയത് കൊണ്ടാണ് ആ ഷോ വിജയിച്ചെന്നാണ് പ്രാണി പറയുന്നത്. MG അതിന്റെ ഹാങ് ഓവർ മാറായിട്ടാണ്. ഞാൻ അവിടെ ഇരുന്നപ്പോ എന്നോട് 2-3 പ്രാവശ്യം ചോദിച്ചു, മീനോട് ചേച്ചി ഇത് കമ്പിളിപ്പതപ്പ് അല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അല്ല, പിന്നെ സാധാ ടോപ്പ് സിംഗർ. ഞാൻ പറഞ്ഞ അതേ സാധാ ടോപ്പ് സിംഗർ. സാധാ ദോശ എന്നൊക്കെ പറയുന്നത് സാധാ ടോപ്പ് സിംഗർ. നീ വന്നേ. മീനുട്ടി പറയുന്നു ആ കോരാ കാകസ് എന്നുള്ള പാട്ട് പാടിയോണ്ടാണ് മറ്റേ കമ്പിളിപ്പതപ്പ് ഷോയ്ക്ക് അത്രയും റേറ്റിംഗ് വന്നത്, അത്രയും ആൾക്കാർ കണ്ടത്. മോളെങ്ങനെ പറഞ്ഞു? സമ്മതിക്കും. പിന്നെ മോൾ എത്ര ദിവസം കൊണ്ടാ അത് പഠിച്ചത്? അയ്യോ, ഒരു ദിവസമോ? വീട്ടില് പഠിച്ചു, ഇവിടെയും പഠിച്ചു. 2 പ്രാവശ്യം. 2 പ്രാവശ്യം കൊണ്ട് ഈ ഹിന്ദി വരികള് ട്യൂണൊക്കെ എങ്ങനെ ഇത്രക്ക് ഈ തലയിൽ നിൽക്കുന്നത്? ആ ബ്രെയിൻ അതെ. ഈ ബ്രെയിൻ എവിടെ ഇരിക്കുന്നേ? അതെ, എവിടെ, ഏത് ഭാഗത്താ? പറയുകയാണെങ്കിൽ വയറ്റില്ലേ. ശരിക്കും ബ്രെയിൻ ഇവിടാണോ ഇരിക്കുന്നത് അതോ ഇവിടാണോ? അല്ല, ബ്രെയിൻ ഇവിടാണ്. അപ്പൊ ഹാർട്ട് എവിടെ ഇരിക്കുന്നത്? ഇവിടാണോ ബാക്കിലാണോ? ഹൃദയം, ഹാർട്ട് ഇവിടെ. ഓ അത് ശരി. അപ്പൊ ലെങ്സ് എവിടെ ഇരിക്കുന്നത്? കാരണം നമ്മുടെ പ്രാണിയുടെ സാധനങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ ഡിഫറെന്റ് വേയിലാണ്. ബ്രെയിൻ ഇവിടെ, ഹാർട്ട് ബാക്കില്, ഇത് ഇവിടെ, ലെങ്സ് താഴെ കാലിലാണ്. പ്രാണി, നമുക്കൊരാഗ്രഹം, നമ്മുടെ ലിറ്റിൽ ഏഞ്ചലായിട്ട് വരുമോ? ഈ സീസണിൽ തന്നെ. കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു, എന്നാലും ഈ സീസണിൽ ലിറ്റിൽ ഏഞ്ചലായിട്ട് വരുമോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. ആ, വരാൻ പറ്റുമോ? ഇപ്പൊ ലിറ്റിൽ ഏഞ്ചലായിട്ടല്ല ഇവിടെ ഇരിക്കണേ അല്ലേ? സീനിയറാ. സീനിയർ ഏഞ്ചലാണ്. അതൊന്നും പറ്റത്തില്ല, ആരടുത്തും ചോദിക്കാൻ പറ്റത്തില്ല. ഒരു ചോദ്യം ഒരു ഉത്തരം. വരാൻ പറ്റുമോ ഇല്ലയോ? അയ്യോ, വരാൻ പറ്റുമോ? അപ്പൊ മീനുട്ടി, എന്തോ നമ്മൾ ഈ കുഞ്ഞിനെ നമ്മൾ ഈ സീസണിൽ 3rd സീസണിലുണ്ടായിരുന്നു, ഈ സീസണിലും ലിറ്റിൽ ഏഞ്ചലായിട്ട് എടുത്തായിട്ട് നമ്മൾ അങ്ങ് പ്രഖ്യാപിക്കുക നിങ്ങൾക്ക് വേണ്ടി. സന്തോഷമായോ? അങ്ങനെയാണ് വരുമ്പോൾ. താങ്ക് യു. അപ്പൊ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പാടും. ഓക്കെ ഓക്കെ. നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ മൈന, നാടൻ പാട്ടിലെ മൈന, നാരായണക്കിളി മൈന, ഈ കണ്ണീർ പന്തലിനുള്ളിൽ എന്നെ കണ്ടാലോ, കൂടെ വന്നാലോ, ഓ നാടൻ
കൂടെ വന്നാലോ അല്ലേ? ആ നാടൻ പാട്ടിലെ മൈന. അപ്പൊ ഞങ്ങളും പറയാണ് ഞങ്ങളുടെ കൂടെ ഇഞ്ഞ് പോരെ. കൂടെ വന്നോളൂ. അതെ, കൂടെ വന്നോളൂ. അതെ. എന്റെ നമ്പൂരി പറഞ്ഞു കഴിഞ്ഞു. കൂടെ വന്നോളാ. അപ്പം ഭാവയാമിയെ സീസൺ 4 ഞങ്ങളുടെ ലിറ്റിൽ ഏഞ്ചലായിട്ട് അങ്ങ് എടുത്തു. ഞാനങ്ങ് എടുക്കുക. എങ്ങനെ എടുക്കാനാ? വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. സന്തോഷമായോ? ആ സന്തോഷായി. അപ്പൊ അടുത്ത ദിവസം ഷൂട്ടിങ്ങിന് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചോണ്ട് വരണം കേട്ടോ എല്ലാവർക്കും. മുട്ടായി ഒക്കെ. ട്രീറ്റ് വേണം. പിന്നെ ട്രീറ്റ് വേണം. ആ ട്രീറ്റാ? നിങ്ങൾക്ക് ചെലവ് വേണം. ചെലവ്. ചെലവാ? ആ എനിക്കറിയില്ല. അമ്മയ്ക്കറിയാം. അമ്മയ്ക്ക് അച്ഛനെ നന്നായിട്ട് മനസ്സിലാവും ഈ ചെലവിനെ കുറിച്ചുള്ള കാര്യം. അപ്പൊ എന്തായാലും നമുക്കൊരു വിചിത്രമായിട്ടുള്ളൊരു ഭാവയാമിയെ നമുക്ക് കിട്ടിയ സന്തോഷമുണ്ട്. കാരണം എല്ലാ മനുഷ്യരുടെ ഹാർട്ട് ഇവിടെ, ലിവർ ഇവിടെ, ബ്രെയിൻ ഇവിടെ, ലങ്സ് ഒക്കെ കാലില. ലങ്സ് ഒക്കെ. ലങ്സ് കാലില്ല. കിഡ്നി എവിടെയാ? കിഡ്നി കിഡ്നി അവള് കഴിച്ചല്ലേ? ഫുഡ്. കാലിനടിയില്ല കിഡ്നി. രണ്ട് ഫുഡിന് കിഡ്നി. യോ കിഡ്നി അങ്ങനെ അങ്ങനെ ചവിട്ടി മെതിക്കല്ലേ. ഓക്കെ, താങ്ക് യു. ആദ്യ ഒരു ലിറ്റിൽ ഏഞ്ചൽ ഗോൾഡൻ സ്റ്റാർ പോക്കറ്റേ. താങ്ക് യു. മൃദു ചേച്ചി, ഇവരിങ്ങനെ സീനിയേഴ്സ് ഒക്കെ വന്നിട്ട് അവർക്ക് സ്വന്തമായിട്ട് സീനിയേഴ്സ് ആണ് എന്നുള്ളൊരു വെയിറ്റിൽ അവർ കുറച്ചു നേരമായിട്ട് വെറുതെ ഇരിക്കുകയാണ്. അവർക്ക് പണി കൊടുക്കാനല്ലോ. വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് അവർക്ക് ഒരു പണി കൊടുക്കണ്ടേ? പിന്നെ നമുക്ക് ഒരു എൻജോയ്മെന്റ് ഒക്കെ ആവാലോ. പിന്നെ കോമ്പറ്റീഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അല്ലേ? അതുകൊണ്ട് നമ്മള് അന്താക്ഷരി കളിക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് 3 ടീമായിട്ട് തിരിയാം. മേളത്തെ റോ എല്ലാം ഒരു ടീം, ഓക്കെ. താഴത്തെ റോ ഫുൾ ഒരു ടീം. പിന്നെ ഞാനും ഒരു ടീം. ചേച്ചി ഒരാള് മതിയല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയരുത്. അല്ല, അതുകൊണ്ട് ഞാൻ സപ്പോർട്ട്. നീ പാട്ടൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, ഡൺ. തുടങ്ങ് ചേച്ചി. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ വെള്ളേ കൊരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. വാ വാ. ആരാ മേലത്തെ ടീം? ആർക്കറിയോ പാടാം? മൈക്കിൽ പാടാം. വാ വാ താമര പെണ്ണെ, നീ എൻ പൂങ്കതിരല്ലേ, ഓടിക്കളിക്കാൻ വാ, ഓ താളം തുള്ളാൻ വാ. പുത്തനാനം കൊച്ചു തമ്പുരട്ടി ഒരു പാട്ടു പാടാൻ വാ. പുത്തനാനം കൊച്ചു തമ്പുരട്ടി ഒരു പാട്ടു പാടാൻ വാ. വീണ്ടും വായല്ലേ? കഴിഞ്ഞോ? വീണ്ടും വാ. വന്നും മകൾ സമ്മാനം ഇങ്കത്തരാമേലെ തങ്ക നിലാകിണ്ണം കുനുകുനി നിൻ ചെറുമറുകിൽ ചാർത്താം ചന്ദനം പൊന്നിൻ പാദസരങ്ങൾ പണിഞ്ഞു വരും പൂമിന്നൽ തട്ടാ തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, എൻ്റെ വിരുന്നുകാരൻ. വായാണല്ലേ? വാ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു. കിളിവാതിലിൽ മിഴിയും നട്ടു കാത്തിരുന്നു ഞാൻ. അവിടെ നിർത്താം. കണ്ണാടിക്കൈ കല്യാണം കണ്ടോ കാക്കാത്തിക്കിളിയേ, ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂ വിരിഞ്ഞൊരാളുണ്ടോ, ഞാനുണ്ടോ? ചേച്ചി താമര പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കുറങ്കുള്ളോളെ, പങ്കുറങ്കുള്ളോളെ. പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്,
പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളേ, പൂത്തു നിൽക്കുന്നോളേ. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മലരം ഞാൻ പകരം നൽകാം. നാഥ നീ വരൂ കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. കാവകവീചിയിൽ ഇൻമിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എൻ്റെ മറഞ്ഞു, എൻ്റെ പുള്ളോർക്കുടം പോലെ തേങ്ങി. താമരക്കിളി പാടുന്നു താളിയോലകളാടുന്നു ചങ്ങാതി ഉണരൂ വസന്തഹൃദയം നുകരൂ. സംഗീതം കേൾക്കൂ സുഗന്ധ ഗംഗയിലൊഴുകൂ. നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി. താമര കിളി പാടുന്നു ചേച്ചി കമോൺ ചേച്ചി. താമരക്കുമ്പിളല്ലോ മമ ഹൃദയം, ഇതിൽ താതാ നീ സംഗീത മധുപകരൂ. എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ എടുക്കും ഞാൻ, എങ്ങനെ ഒഴുക്കും ഞാൻ, എങ്ങനെ നിന്നാജ്ഞ നിറവേറ്റും. അത്ര മതി. നിറവേറ്റും. ഈ രണ്ട് ടീമും ഒരേപോലെ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ, നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. നീല ഇവർക്കൊന്നും പാടാനല്ലേ. നീലരാവിലിന്നു നിന്റെ താരഹാരമിളകി, സോമബിംബകാന്തിന്നു ശീതളാംഗമേകി. പാർവതി പരിണയയാമമായി ആതിരെ ദേവാംഗനെ കുളിരലയിൽ ഗോരോചനമെഴുതാനണയൂ. ഗോരോചനം എഴുതാനണയൂ. ഒറ്റ പാടാ, ഒറ്റ പാടാ. ഗായക കാന്തള കിട്ടിയ മലയാളി പെണ്ണാണു ഞാൻ. പഞ്ചാബിലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണു ഞാൻ. മയിലാട്ടത്തിൽ ബംഗളാ ബംഗളാ, കരകാട്ടത്തിൽ ജഗടാ ജഗടാ. ഈ കൊലസിന് തഞ്ചം പോരടി പഞ്ചാര പൂങ്കുയിലേ. പൂങ്കുയിലാണോ? പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17-18 പ്രായം. മൂവന്തി പൊയ്കയിൽ മുങ്ങി നീരാടി പാവാട മാറ്റിയ പ്രായം. പ്രായം പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ, ഇന്നെനിക്കൊരു ദൂതു പോകാമോ? ആരാരും കാണാതെ ഒന്നവിടെ ചെല്ലാമോ? കുറിമാനം നൽകി പോരാമോ?
പോരാമോ? പൂമകൾ വാഴുന്ന കോവിലിൽ നിന്നൊരു സോപാന സംഗീതം പോലെ കന്നിത്തേളി മഴ പെയ്ത നേരം എൻ്റെ മുന്നിൽ നീ ആകെ കുതിർന്നു നിന്നു. നേർത്തൊരു ലജ്ജയാൽ മൂടിയൊരാമുഖം ഓർത്തു ഞാനും കുളിരാർന്നു നിന്നു. നിന്നു നാടോടി പൂന്തിങ്കൾ മുടിയിൽ ചൂടി നവരാത്രി പുള്ളോർ കുടമുള്ളിൽ മീട്ടി കണിക്കൊന്ന പൂമണിക്കമലണിഞ്ഞും പൊളിയിലക്കര കസവം കൊണ്ടൊടുത്തും കുഴയുന്നൊരു നാടൻ പെണ്ണായോ. കണ്ണാടിച്ചില്ലല തോൽക്കും ഇളനീരിൻ തീരാമധുരം എള്ളോളം നുള്ളിയെടുത്തോട്ടെ ഞാൻ മാറോളം മുങ്ങി നിവർന്നോട്ടെ മുങ്ങി നിവർന്നോട്ടെ. നാദങ്ങളായി നീ വരൂ, രാഗങ്ങളായി തേൻ തരൂ, പ്രിയതരമൊരു നവഗീതം വിരിയണം അതിലയ ഭാവം, പ്രിയതരമൊരു നവഗീതം വിരിയണം അതിലയ ഭാവം. ഭാവചാരം ഒരു പാട്ട് ചേച്ചി. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. മാനസമണി വീണുവിൽ ഗാനം പകർന്നു ഭവ, മായാത്ത സ്വപ്നങ്ങളാ മണിമാല ചാർത്തി മനം, മാനസമണി വീണുവിൽ മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തൊമ്പിൽ താണിരുന്നലിഞ്ഞാടിരുന്നൊരു സുമംഗലിക്കുരുവി, ഇണയവിടെ തുണയവിടെ, ഇണയവിടെ തുണയവിടെ സിന്ദൂരക്കുരുവി. കളിപ്പാട്ടമായി കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു ഞാൻ. കളിപ്പാട്ടമാ കൺമണി നിന്റെ മുന്നിൽ മനോവീണമീട്ടുന്നു മീനൂട്ടി മീനൂട്ടി ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു പാട്ട് പാടാം. പാടിക്കോ ഞാൻ സപ്പോർട്ട് ചെയ്യാം. അന്ന് വേറെ പാട്ട് വേറെ അക്ഷരം. ഞാനൊരു പാട്ട് പാടാം. പാട്. അത് പറ്റൂല ചേച്ചി, വേണ്ടാന്ന്. ഞാറ്റുവേല കിളി അറിയോ? ഞാറ്റുവേല കിളിയേ നീ പഠിക്കോ? ബാക്കി അറിഞ്ഞൂടാ. അത് ഞാൻ വേണ്ട എനിക്ക്. ഞാനും എന്താ ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. കപ്പലിലാണ് ആ കുപ്പായക്കാരി, പങ്കായം പൊക്കി ഞാനൊന്നു നോക്കി. സൂപ്പർ ആയിരുന്നു മീനൂട്ടി. വണ്ടർഫുൾ ആയിരുന്നു ചേച്ചി. ഈ അന്താക്ഷരിയില്
ഏറ്റവും കൂടുതൽ പാട്ട് പാടിയ ആൾക്കൊരു സമ്മാനമുണ്ട്. മൃദു ചേച്ചിക്കില്ല, ഇവർക്കല്ല ഉദ്ദേശിച്ചത്. എനിക്കായിരുന്നു ശരിക്കും. ചേച്ചിയാണ് പാടിയത് സത്യത്തില്. പക്ഷെ ഞാൻ ജഡ്ജ് ആയതുകൊണ്ട് വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് ആൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ പാടിയത്. മൃദു ചേച്ചി ബാ, തേജസ്സും പാടി. സെക്കൻഡ് പ്രൈസ് നിനക്കാണ്. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ അന്താക്ഷരി? സൂപ്പർ ആയിരുന്നു. ഇത് നിങ്ങളുടെ ടീമിനുള്ള ഗിഫ്റ്റ് ആണ് മൊത്തത്തിൽ. അപ്പൊ താഴത്തെ ടീമിനെ റെപ്രസെന്റ് ചെയ്ത ആൺകുട്ടിയും മേലത്തെ ടീമിന് തേജസ്സും. അങ്ങനെയാണ് നിങ്ങൾ ഗിഫ്റ്റ് പകുത്തു കൊടുക്കേണ്ടത്. ഓക്കേ, നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇന്നത്തെ പാട്ടുകളൊക്കെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ, സീ യു.